കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അർജുൻ, 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 എഴുന്നേൽക്ക് അർജുൻ, അർജുൻ, എന്റെ ദൈവമേ, അർജുൻ. അർജുൻ, 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 അർജുൻ. ചിറ്റേ, അർജുൻ, ചിറ്റേ, എന്ത് പറ്റി ചിറ്റേ? എന്ത് പറ്റി? എന്താ മോളെ, എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നേ? നീ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടോ? ചിറ്റേ, എന്താ പറ്റിയത് പറ. അർജുൻ, എന്ത് പറ്റി ശകുന്തളെ? എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്? ഇത് ദുസ്വപ്നമൊന്നും അല്ല അമ്മേ. അർജുൻ എന്തോ ആപത്ത് പറ്റിയതുപോലെ എന്റെ മനസ്സ് പറയുന്നു. ചിറ്റേ, ചിറ്റേ എപ്പോഴും അർജുനെ ഭവാനെ പറ്റി ഓർത്തോണ്ടിരിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്റെ തോന്നലല്ല മോളെ. ചില സമയത്ത് മനസ്സിൽ തോന്നുന്നതൊക്കെ അത് യാഥാർത്ഥ്യമായിരിക്കും. ഉറപ്പായിട്ടും നമ്മുടെ അർജുൻ എന്തോ പറ്റിയമ്മേ. അതുകൊണ്ടാ എന്റെ ഹൃദയം ഇങ്ങനെ വല്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ എന്തോ പറ്റി, അവനെന്തോ ആപത്തുണ്ട്. അർജുൻ, രക്തബന്ധത്തിൽപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാ അവർക്ക് വേണ്ടപ്പെട്ടവർ ഇനി എത്ര ദൂരത്തിലായിരുന്നാലും അവരുടെ മനസ്സിൽ ആപത്തുണ്ടാകുന്നു എന്ന ചിന്ത വരുന്നത് സാധാരണമാ. എന്റെ ചേച്ചിയുടെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്റെ ഭർത്താവ് അർച്ചനെ ഇപ്പൊ കൊന്നിട്ടുണ്ടാവും. എന്റെ മകൻ എന്തെങ്കിലും ആപത്ത് പറ്റിയോന്നോർത്ത് എനിക്ക് പേടിയാവുന്നമ്മേ. അല്ല, അവൻ എന്തോ ആപത്ത് പറ്റിയമ്മേ. ഭവാനി അർജുന്റെ അടുത്തുള്ളിടത്തോളം കാലം അർജുൻ ഒന്നും സംഭവിക്കില്ല. എനിക്ക് നന്നായിട്ടറിയാം. അവര് വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ടെൻഷൻ അടിക്കാതെ. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. കല്യാണം കഴിഞ്ഞപ്പോ മുതല് അവന്റെ പിറകെ എന്തോ ആപത്ത് നിഴൽ പോലെ ഉണ്ട്. എപ്പ എന്താ സംഭവിക്കാന്നോർത്ത് എന്റെ മനസ്സിങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുമ്പോ എങ്ങനെയാ മോനെ എനിക്ക് ധൈര്യമായിട്ടിരിക്കാൻ കഴിയുക? അന്ന് ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോ എന്റെ ജീവൻ പോയിരുന്നെങ്കിൽ എന്റെ മകന് ഈ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്റെ ജീവൻ രക്ഷിച്ചിട്ട് അവനിപ്പോ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്നു. അയ്യോ, അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അത് മതിയായിരുന്നു. ചിറ്റേ, ടെൻഷൻ അടിക്കാതെ. അവര് വരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അർജുൻ ഒന്നും സംഭവിക്കില്ല. എനിക്ക് നന്നായിട്ടറിയാം. നീ പേടിക്കാതിരിക്കും ശകുന്തളെ. അർജുന് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട മോളെ. ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കാതെ. വിഷമിക്കാതിരിക്കും ചിറ്റേ. അവർക്കൊന്നും ഉണ്ടാകില്ല. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കില്ലേ. ഒന്ന് സമാധാനായിട്ടിരിക്കും ചിറ്റേ. അവനെന്തോ ആപത്ത് പറ്റാൻ പോകുന്നു മനസ്സിൽ തോന്നിയപ്പോ തന്നെ ഇത്രയും വേദന ഉണ്ടാവുമെങ്കില് അവൻ ചത്തുപോയി നിറഞ്ഞു കഴിയുമ്പോ പിന്നെ എന്തൊക്കെ പുകലാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്. അർജുൻ, അർജുൻ,
കണ്ണു തുറന്ന് നോക്ക് അർജുൻ. അർജുൻ പ്ലീസ്, അർജുൻ കണ്ണു തുറന്ന് നോക്ക്. എനിക്ക് പേടിയാവുന്നു. പ്ലീസ് അർജുൻ, പ്ലീസ് അർജുൻ കണ്ണു തുറക്ക്. നീ വിഷമിക്കാതെ ഭവാനി. അമ്പ് തറച്ച ഉടനെ ഇതുപോലെ ബോധം കെട്ട് വീഴുകയാണെങ്കിൽ അതിനർത്ഥം ഉറപ്പായും ആ അമ്പിൽ വിഷാംശം ഉണ്ടായിരുന്നെന്നാ. അർജുൻ, 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 അയ്യോ അർജുൻ, അർജുൻ, അർജുൻ. നീ വിഷമിക്കാതിരിക്കെ ഭവാനി. അമ്പില് വിഷം ഉണ്ടെങ്കിൽ അത് ജീവനെ ബാധിക്കില്ല. അയ്യോ അയ്യോ, ഇപ്പൊ ഞാൻ നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്തും അർജുൻ? ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും അർജുൻ? അർജുൻ, വിഷത്തിന് ഉറപ്പായും മറുമരുന്നുണ്ട് ഭവാനി. വിഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റുന്ന ഒരു പച്ചിലയുണ്ട് ഭവാനി. ഞാൻ അത് പോയി കൊണ്ടുവരാം കേട്ടോ. ശരി. ഈ പച്ചില പിഴിഞ്ഞ് മുറിവുള്ള സ്ഥലത്ത് ഒഴിച്ചാ മതി. വിഷത്തിന്റെ വീര്യം കുറഞ്ഞോളും. നോക്കി നിൽക്കാതെ വേഗം ഇത് പിഴിഞ്ഞൊഴിക്ക്. അർജുൻ, നിനക്കൊന്നും പറ്റില്ല അർജുൻ. അയച്ചു കൊല്ലാൻ ശ്രമിച്ചത് ആരായിരിക്കും? ആ നാഗമാതാവായിരിക്കും ഇങ്ങനെ ചെയ്തത്. ഞാൻ ആ നാഗമാതാവിനെ എന്റെ ദൈവമായിട്ടാണ് ഞാൻ പൂജിച്ചത്. ദൈവങ്ങൾ പോലും ഇത്ര അന്യായമായിട്ട് ദ്രോഹം ചെയ്ത് ഇങ്ങനെ കൊല്ലാൻ ശ്രമിക്കുന്നത് മഹാപാപമാണ്. ദൈവങ്ങൾക്ക് പോലും ന്യായം, ധർമ്മം ഇതൊന്നും ഇല്ലാതായിരിക്കുകയാണ്. ഞാൻ അർജുനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഞാനല്ലാതെ വേറെ ആരോ അർജുനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുകയാണ്. എന്റെ ദൈവമേ, അർജുൻ! അർജുനെ ഞാൻ കൊന്നാ മാത്രമേ എനിക്കെന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വേറൊരാള് കാരണം അർജുൻ മരിച്ചാൽ എനിക്കെന്റെ പ്രഭുവിനെ രക്ഷിക്കാൻ കഴിയാതെ വരും. ഇപ്പോ അർജുൻ മരിക്കാൻ പാടില്ല. എനിക്കിപ്പോ പോയി അർജുന്റെ ശരീരത്തിലുള്ള വിഷം എടുക്കാൻ സാധിക്കില്ല. പക്ഷെ അർജുൻ മരിക്കാനും പാടില്ല. അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അർജുൻ, അർജുൻ കണ്ണു തുറന്ന് നോക്ക് അർജുൻ. അർജുൻ, അർജുൻ, നീ മരിച്ചുപോയാ പിന്നെ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ജീവിക്കണം അർജുൻ, നീ ജീവിക്കണം. കണ്ണു തുറക്ക് അർജുൻ. അർജുനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അർജുൻ രക്ഷപ്പെട്ടേ മതിയാകും. അവൻ
മരിക്കാൻ പാടില്ല. എന്തെങ്കിലും ചെയ്ത് അർജുനെ രക്ഷിക്കണം. അർജുനെ ഉറപ്പായും രക്ഷപ്പെടുത്തണം. രക്ഷപ്പെട്ടേ മതിയാകൂ. അർജുൻ, അർജുന് ആപത്തുണ്ടാകുമ്പോഴെല്ലാം നീ എങ്ങനെയാ ഇവിടെ വന്നേന്ന് ഭവാനി ചോദിച്ചാലോ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്ന ഭവാനിക്ക് ഉറപ്പായും എന്റെ മേലെ സംശയം വരും. അർജുൻ, കണ്ണു തുറന്ന് നോക്ക്. അർജുൻ, കണ്ണു തുറന്ന് നോക്ക്. നിനക്ക് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എണീക്ക് അർജുൻ, എണീക്ക് അർജുൻ. അർജുനെ ഉറപ്പായി രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്തിയേ മതിയാകും. നിന്നെ എന്റെ കൈകൊണ്ട് തന്നെ എനിക്ക് കൊല്ലണം. എന്നെ കിഡ്നാപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞില്ല. സത്യം പറയാൻ വേണ്ടി ടോർച്ചർ ചെയ്തു. എന്നിട്ട് ഞാൻ സത്യം പറഞ്ഞില്ല. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് പോലും ഞാൻ സത്യം പറഞ്ഞില്ല. മരണത്തെ പോലും ഞാൻ ഭയപ്പെടുന്നില്ല. നീ പണം തരുമെന്ന് പറഞ്ഞാ പണവും വാങ്ങിയിട്ട് ഞാൻ സത്യം പറയുമെന്ന് നീ വിചാരിച്ചു. ആ ഭവാനിയെ കാണിച്ച് ആദിത്യനിൽ നിന്ന് ഉള്ള സത്യങ്ങളൊക്കെ അറിയാന്ന കരുതി. അവന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടെങ്കിലും ആ ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ എന്നോട് പറയുന്ന കരുതിയത്. പക്ഷെ ആദിത്യ ഇങ്ങനെ റിവേഴ്സ് അടിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേ അല്ല. ഛേ, ആദിത്യൻ സത്യം പറയുന്നുള്ള പ്രതീക്ഷയില് ഫോർമുല കണ്ടുപിടിച്ചെന്ന് എല്ലാരോടും പറയുകയും ചെയ്തു. മാത്രമല്ല ഒരു പാർട്ടിയുടെ എഗ്രിമെന്റും വെച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതവരാ. ഞാനിപ്പോ എന്താ പറയാ? ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് സാൻവി മാഡം. ഗുഡ് മോർണിംഗ് ഗീത. നാഗമാണിക്യത്തെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം? മാഡം പറഞ്ഞ ഫോർമുല നമുക്ക് എത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും? മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുക. ഗുഡ്. മെഡിസിൻ തയ്യാറാകാൻ എത്ര നാളെടുക്കും? റെഡിയായാൽ ഉടനെ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ ടെൻഷൻ ആകണ്ട. ടെൻഷൻ അല്ല മാഡം, ഒരു എക്സൈറ്റ്മെന്റാ, അത്രേ ഉള്ളൂ. ഞാനൊരു പ്രധാനപ്പെട്ട മീറ്റിംഗിൽ ഇരിക്കാം. ഞാൻ നിങ്ങളെ പിന്നെ വിളിച്ചാൽ മതിയോ? ഇറ്റ്സ് ഓക്കേ, ക്യാരി ഓൺ. കുറച്ചു മുന്നേ ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോ മാണിക്യം എടുക്കാൻ ഭവാനിയും അർജുനും പോയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അവരാ മാണിക്യം എടുത്താൽ തിരിച്ച് ആ ക്ഷേത്രത്തിൽ തന്നെ വെക്കാനുള്ള ശ്രമം തുടങ്ങും. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ആ മാണിക്യം എന്റെ കയ്യിലെത്താനുള്ള ശ്രമം വിജയിച്ച എനിക്ക് ആ ക്ഷേത്രത്തിൽ ആദ്യം തന്നെ പ്രവേശിക്കാനുള്ള അവസരം കിട്ടും. അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അർജുൻ,
എഴുന്നേക്ക് അർജുൻ. എന്റെ അർജുൻ കണ്ണു തുറക്കുന്നു ഭവാനി. അർജുൻ 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 എഴുന്നേക്ക് അർജുൻ. എഴുന്നേക്ക് എഴുന്നേക്ക് അർജുൻ. പതുക്കെ. അർജുൻ 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 എന്നെ ഒന്ന് നോക്ക്. അർജുൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. നീ നിന്റെ കണ്ണ് തുറക്കാതിരുന്നെങ്കിൽ എന്റെ ഹൃദയം തന്നെ തകർന്നു പോയേനെ അർജുൻ. ഞാൻ പിന്നെ ജീവനോടെ ഇരിക്കില്ല. എനിക്കതിന് ഒന്നും സംഭവിച്ചില്ലല്ലോ ഭവാനി. നീ വെറുതെ ടെൻഷൻ ആവണ്ട. ഭവാനി നിന്നെ കൊല്ലാൻ ശ്രമിച്ചവരൊക്കെ എതിർത്ത് യുദ്ധം ചെയ്തു. എന്നിട്ട് അവരിൽ നിന്നൊക്കെ നിന്നെ രക്ഷിക്കുക ചെയ്തത്. നീ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ആ യമരാജന് പോലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും സംഭവിക്കില്ല ഭവാനി. ഭവാനി കരയാതെ കരയാതെ. എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പ്ലീസ് കൺട്രോൾ യുവർ സെൽഫ്. ഏയ് കരയില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. കരയില്ലേ? പ്ലീസ് ഭവാനി. നോക്ക്, നീ കരഞ്ഞ എനിക്കും കരച്ചിൽ വരും കേട്ടോ. ആ എനിക്ക് വേണ്ടിയെങ്കിലും നിനക്കൊന്ന് കരയാതിരുന്നൂടെ? നോക്ക്, എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇപ്പൊ എന്റെ കയ്യിന്ന് നിന്നെ ആരാ രക്ഷിക്കാൻ പോണതെന്ന് എനിക്കൊന്ന് കാണണം. അർജുൻ അർജുൻ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയേ പറ്റൂ. നിനക്ക് നടക്കാൻ പറ്റുമല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നടക്കാം. വാ വാ, നമുക്ക് പെട്ടെന്ന് പോകാം. അവരുടെ കയ്യിൽ നിന്ന് ചാകാതെ നീ രക്ഷപ്പെട്ടില്ലേ? ഇനി എന്റെ കൈകൊണ്ട് തന്നെയാ നിന്റെ മരണം. ഉറപ്പായിട്ട് ഞാൻ കൊന്നിരിക്കും. ഇനിയും എത്ര ദൂരം പോവേണ്ടി വരും? എന്താ ഇത്ര പെട്ടെന്ന് ക്ഷീണിച്ചോ? നടക്കാൻ വയ്യേ? നിശ്ചയിച്ച കാര്യം നടക്കുന്നത് വരെ ഞാൻ ഒരിക്കലും തളരില്ല. വെരി ഗുഡ്. കുറച്ചു നേരത്തിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാം. വാ. നല്ല രാത്രിയായാലോ ഭവാനി? ആ ദുഷ്ടശക്തിയുടെ അടുത്ത് രാത്രി പോകുന്നതാ നമുക്ക് എല്ലാവർക്കും നല്ലത്. ഇന്നത്തെ ദിവസം പൗർണമിയാണ്. പൗർണമിയുടെ പ്രത്യേകത ഈ മാണിക്യത്തിനുള്ളിലെ ശക്തിയെല്ലാം പ്രകടമാവും. അത് കഴിഞ്ഞ് ശക്തിയുള്ള ഈ മണിപ്പുറത്തേക്കെടുത്ത് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ എന്റെ സ്വപ്നം യാഥാർത്ഥ്യമാവും. ഞാൻ ആഗ്രഹിച്ചത് നടക്കും. സ്വപ്നങ്ങളെല്ലാം സാധിക്കും. പോകുന്നതിന് മുൻപ് അധിക ശക്തി നേടിയെടുക്കാൻ വേണ്ടി കാലഭൈരവിക്ക് പൂജ ചെയ്യണം. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ജയ് കാലഭൈരവി, ജയ് കാലഭൈരവി.
ഓം ഹ്രീം ക്ലീം ഹ്രീം. ഓം ഹ്രീം. അമ്മേ, അമ്മയുടെ സ്ഥലത്തേക്ക് പുറത്തുനിന്ന് ആള് വരുന്നുണ്ടമ്മേ. ആരാത്? അവര് തന്നെയാണമ്മേ. ആരുടെ കയ്യിൽ നിന്നാണോ നമ്മൾ മാണിക്യം തട്ടിയെടുത്തത് അവര് തന്നെയാണ്. ഉടനെ തന്നെ അവരിങ്ങോട്ട് വരുന്നുണ്ടമ്മേ. എന്റെ സ്ഥലത്തേക്ക് ആർക്കും വരാൻ സാധിക്കുകയില്ല. എന്റെ അനുവാദമില്ലാതെ എന്റെ സ്ഥലത്തേക്ക് ആരെക്കൊണ്ടും വരാൻ സാധിക്കുകയില്ല. അമ്മ ഇത്രയും വലിയ ശക്തിശാലിയാണെന്നറിഞ്ഞിട്ടും അവരിവിടേക്ക് ധൈര്യമായി വരുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും വലിയ ശക്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടമ്മേ. ഏയ്! എന്റെ ശക്തിയെ തടുക്കുവാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല. നീ നോക്കിക്കാണ്. ഒരു മനുഷ്യനാലും എന്റെ അനുവാദം കൂടാതെ ഇവിടേക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കുകയില്ല. ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി, ജയ് കാലഭൈരവി, ജയ് ജയ് കാലഭൈരവി. ഓം ക്ലീം സ്വാഹ. നിൽക്ക് നിൽക്ക്. ദേ ആ കാണുന്നല്ലേ ഗുഹ, അതിനകത്ത് ആ ദുഷ്ടശക്തി വസിക്കുന്നത്. അവര് ഉറപ്പായ അകത്ത് തന്നെ ഉണ്ടാകും. ഭവാനി, നീ ഇവിടെ നിൽക്ക്. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഇല്ല അർജുൻ, ഞാനും കൂടെ ഇല്ല വരാം. ഭവാനി, പറയുന്ന കേക്ക്. നീ തൽക്കാലം ഇവിടെ നിൽക്ക്. പിന്നെ തത്തെ ഭവാനിയെ നന്നായിട്ട് ശ്രദ്ധിച്ചോളണേ. അർജുൻ, അർജുൻ, എന്തുപറ്റി അർജുൻ? അർജുൻ